എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടത് ആര് വഴിയാണ്, ആരാണ് ഉത്തരവാദി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് ആദ്യമായിട്ട് പറയുന്നത്. നീലയും പച്ചയും നിറഞ്ഞ ആ ചെടിയും പുഷ്പവും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങളുടെ സന്തോഷം കളയുവാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾ വളരെ ജീവിതത്തിൽ താഴെ തട്ടിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും നിങ്ങൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനകൾക്കും യാതനകൾക്കും അവസാനം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരു വളർച്ച നേടി. ആ വളർച്ചയിൽ ഒരുപാട് പേർക്ക് ആശങ്കയുണ്ടായി, ഒരുപാട് പേർക്ക് അസൂയയുണ്ടായി. അങ്ങനെ അവർ നിങ്ങളെ തകർക്കാനായിട്ട്, നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട്, നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ചില ശ്രമങ്ങൾ ആരംഭിച്ചു. അത്തരം ശ്രമങ്ങൾ ഒരുപക്ഷെ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ആ വ്യക്തികളെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചത് കൊണ്ടോ ഒന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം നശിപ്പിക്കാൻ, നിങ്ങളുടെ മനസ്സിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ തകർക്കാൻ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ വിഷമിപ്പിക്കാൻ, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സ്നേഹത്തിൽ, ഇഷ്ടത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ അവർ കൃത്യമായ ചില പരിപാടികൾ, കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എങ്ങനെയെങ്കിലും തകർക്കാൻ, എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട അവർക്ക് ആ തെറ്റിദ്ധാരണകൾ, അതിലൂടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ചില പോസിറ്റീവായിട്ട് അവർക്ക് സംഭവിച്ചു, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചില കാര്യങ്ങളുണ്ടായി. പക്ഷെ അത് അതിൽ തീർന്നു. നിങ്ങളുടെ മുന്നേറ്റം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാനായിട്ട് പോരുന്ന ആളുകൾ നിങ്ങൾ ഉപകാരം ചെയ്ത ആളുകളാണ്. അവർ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഇത്രത്തോളം രക്ഷപ്പെട്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് അവരുടെ അസൂയ. അവർ പ്രതീക്ഷിച്ചതിലും അവർ നിങ്ങളുടെ പുറപ്പാട് കണ്ടപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ച കണ്ടപ്പോൾ, ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഒന്ന് താഴ്ന്നു നിന്നപ്പോൾ, ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ തകരുമെന്നും നിങ്ങൾക്ക് യാതൊരു മുന്നേറ്റം ഉണ്ടാവില്ല എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷെ അതൊക്കെ അവരുടെ തോന്നലുകൾ മാത്രമായിരുന്നു. നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ ആത്മവിശ്വാസം, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങളും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അകമമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ മുന്നേറ്റം, നിങ്ങൾക്കുണ്ടായ വളർച്ച, ആ ഒരു പോസിറ്റീവ് തരംഗം, അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാൻ ഉള്ള കാരണങ്ങളായി അത് മാറി. അങ്ങനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയും ജീവിതത്തിൽ വളരെ മുന്നേറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് വളർച്ച കൈവരിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു ഘട്ടം ഉണ്ടായി. വളരെയധികം പോസിറ്റീവ് തരംഗങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകി. അത് മറ്റാരും നൽകാത്തതും മറ്റാർക്കും ലഭിക്കാത്തതുമാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടായപ്പോൾ, ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കരുത്തേകി. അവർക്ക് നിങ്ങളോട് അസൂയ തോന്നി. നിങ്ങളുമായി സ്നേഹത്തിലിരുന്ന ആളുകളായിരുന്നു അവർ. പക്ഷെ നിങ്ങളുടെ അധികമായ വളർച്ചയും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അധികമായ മുന്നേറ്റങ്ങളും അവരെ നിങ്ങളുടെ ശത്രുക്കളായി മാറ്റി. അതിൽ നിങ്ങളുടെ കുറ്റമില്ല. എങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നത് ആര്, വിശ്വസിക്കാൻ കഴിയാത്തത് ആര് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ഇരുന്നവർ, ഒപ്പം പ്രവർത്തിച്ചവർ, ഒപ്പം ജീവിച്ചവർ, അങ്ങനെ കുറേ ആളുകൾ, നിങ്ങൾ സ്നേഹിച്ചവർ, നിങ്ങൾ ഉപകാരം ചെയ്തവർ, ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നവർ, അവരിലുണ്ട് നിങ്ങളുടെ ചില ശത്രുക്കൾ. പക്ഷെ അവരെത്ര ശ്രമിച്ചാലും നിങ്ങളുടെ സന്തോഷത്തെ ഇനിയും തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സമാധാനത്തെയും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കാനും അവർ ഇതുവരെ പ്രവർത്തിച്ചിരിക്കാം. പക്ഷേ ഇനി അവർക്ക് സാധിക്കില്ല. അതവരുടെ വ്യാമോഹമായിരിക്കും. നിങ്ങൾ സുരക്ഷിതനായി തുടരും. അടുത്തതായിട്ട് രണ്ടാമത്തെ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്.
നിങ്ങളുടെ മനസ്സിൽ നിരന്തരമായി ദുഃഖം ഉണ്ടാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കണമെന്ന്, ദുഃഖം ഉണ്ടാക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദുഃഖം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളെ കുറിച്ച് കുറേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള ആളാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള ആളാണ്, നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തകർക്കാനായിട്ട്, നിങ്ങളെ നശിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ ശ്രമങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. നിങ്ങൾ എന്നും ദുഃഖിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഏറ്റവും മോശമായ മനസ്സാണ്. നിങ്ങൾ അവരുടെ ദുഃഖം കാണാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ വിചാരിച്ച് നിങ്ങൾ തകരുമെന്നാണ്. നിങ്ങൾ തകരുമെന്നുള്ള അവരുടെ ചിന്തയും വിശ്വാസവും തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും തകരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു അനുഗ്രഹമാണത്. ഒരുപാട് കാലം തകരാതെ തളരാതെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാധാരണ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മുന്നേറ്റത്തേക്കാൾ ഈശ്വരൻ നിങ്ങൾക്ക് സമാധാനം നൽകും. നിങ്ങൾ വലിയ ജീവിതത്തിൽ വിജയമൊന്നും നേടിയില്ലെങ്കിലും, നിങ്ങൾ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ നേടിയില്ലെങ്കിലും മനസ്സമാധാനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടും. ആരൊക്കെ എന്തെല്ലാം കിംവദന്തികൾ പറഞ്ഞു വരുത്തിയാലും, ആരൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ സംശയം ഉണ്ടാകില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഒരിക്കലും നിങ്ങളെ തകർക്കാനായിട്ട് ആർക്കും കഴിയില്ല. നിങ്ങളെ തകർക്കാനോ നിങ്ങളെ തളർത്താനോ ആർക്കും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്താണ് നിങ്ങൾ പോകുന്നത്. അന്ന് നിങ്ങൾക്ക് കിട്ടിയ ആത്മവിശ്വാസം, നിങ്ങൾ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ നിങ്ങളോട് മനസ്സിൽ ദേഷ്യമുള്ളവർ, വൈരാഗ്യമുള്ളവർ പറഞ്ഞത് ഇതോടുകൂടി അവൻ അല്ലെങ്കിൽ അവൾ തകർന്നു എന്നാണ്. പക്ഷെ നിങ്ങൾ തകർന്നില്ല. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം എന്ന കരുത്ത് കൊണ്ട് നിങ്ങൾ മുന്നേറി. ആ കരുത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു. മോശക്കാരനാണ്, മോശക്കാരിയാണ്, വിശ്വസിക്കാൻ കൊള്ളില്ല, ഇനി നിങ്ങൾക്ക് ജീവിതമില്ല, ഇനി നിങ്ങൾക്ക് വിജയമില്ല, നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, ഒരു കാര്യവും ഇനി വിജയിപ്പിക്കാൻ പോകുന്നില്ല, ഒരു ചെറിയ ഗുണം പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് പരുത്തിയ ആളുകളുണ്ട്. അവരുടെയൊക്കെ തീരുമാനങ്ങളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തകർന്ന് തരിപ്പണമായി പോയി. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളുടെ ജീവിത വിജയം ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തതാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തളർച്ചയെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു. ഈശ്വരൻ നൽകിയ ശക്തിയാണ്. ഇപ്പോഴും നിങ്ങളൊന്ന് ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സർവശക്തനായ ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ ഒരു സംരക്ഷണം കൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത്. തീർച്ചയായിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ന്യായവും നീതിയും സത്യവുമാണ്. നിങ്ങൾ ആരുടെയും ഒന്നും അന്യായമായി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാ നന്മകളും ലഭിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.